ജൂലൈ 1 മുതൽ എക്സ്പ്രസുകൾ പാസഞ്ചറാകും. കേരളത്തിൽ 39 ട്രെയിനുകളിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറയും. ജൂലൈ 1-ാം തീയതി മുതൽ എക്സ്പ്രസ് ട്രെയിനുകളായി മാറിയ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളായി മാറും. ഇതോടെ നിലവിലെ മിനിമം ടിക്കറ്റ് ചാർജ് പഴയപടി 10 രൂപയായി മാറുകയും ചെയ്യും. കോവിഡ് ലോക്ക്ഡൌണിന് പിന്നാലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറിയ പാസഞ്ചർ ട്രെയിനുകളാണ് തിരികെ വരുന്നത്. ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലുള്ള 140 എക്സ്പ്രസ് ട്രെയിനുകൾ ജൂലൈ 1 മുതൽ പാസഞ്ചറുകളായി മാറുമെന്നാണ് അറിയിപ്പ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന 39 ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടും. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം യാത്രാ നിരക്ക് 10 രൂപയായി കുറയും. നിലവിൽ 30 രൂപയാണ് ഈടാക്കുന്നത്. കോവിഡിന് ശേഷം ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ പാസഞ്ചറുകളെല്ലാം അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് ഓടിയിരുന്നത്. 200 കിലോമീറ്റർ ദൈർഘ്യത്തിൽ താഴെയുള്ള പാസഞ്ചറുകളുടെ നമ്പറുകൾ 0-ൽ തുടങ്ങുന്ന രീതിയിലാണ് അധികൃതർ മാറ്റിയത്. മറ്റ് പാസഞ്ചറുകളുടെ നമ്പർ 1-ൽ ആരംഭിക്കുന്ന രീതിയിലും ക്രമീകരിച്ചു. 2 കാറ്റഗറിയിലും മിനിമം ചാർജ് 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം നിരക്ക് റെയിൽവേ 10 രൂപയായി കുറച്ചുവെങ്കിലും ഇത് 0-ൽ തുടങ്ങുന്ന വണ്ടികൾക്ക് മാത്രമാണ് ബാധകമാക്കിയത്. 1-ൽ നമ്പർ ആരംഭിക്കുന്ന പാസഞ്ചറുകളെ എക്സ്പ്രസുകളാക്കി നിലനിർത്തി ഇപ്പോഴും അവയിൽ മിനിമം നിരക്ക് 30 രൂപയാണ് ഈടാക്കി വരുന്നത്. പാസഞ്ചറുകളുടെ നമ്പറുകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ യാത്രാ നിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് സൂചനകൾ ഒന്നുമില്ലെങ്കിലും നിരക്കുകൾ പഴയപടിയിലേക്ക് കുറയ്ക്കും എന്നാണ് കൊമേഴ്സ്യൽ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. സബീന, ന്യൂസ് ബ്യൂറോ, ദൃശ്യ ന്യൂസ്.